KPCC പുനഃസംഘടിച്ചപ്പോൾ പതിവ് പോലെ ജംബോ കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയിക്കാനൊന്നുമല്ല. സ്ഥിരം പരിപാടിയാണ് കോൺഗ്രസിൽ. ആരെയും വെറുതെ വിടില്ല. ഇനി ആർക്കെങ്കിലും ഭാരവാഹിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ പേര് നൽകിക്കോ, ഒരു കൈ നോക്കാമെന്ന മട്ടിലാണ് പുനഃസംഘടിപ്പിച്ച ജംബോ ബോയിങ് കമ്മിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇത് ജംബോ കമ്മിറ്റി എന്ന് വീണ്ടും പരിഹസിക്കുന്ന CPM-നുള്ളത് എത്രയെന്ന് അറിയാമോ? 89 അംഗ സംസ്ഥാന കമ്മിറ്റി. ഇടത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന മാണി ഗ്രൂപ്പിനുള്ള എത്രയെന്ന് അറിയാവോ? 272 സംസ്ഥാന സമിതി അംഗങ്ങൾ. ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിലേക്ക് നടന്ന ഏറ്റവും പുതിയ നടന്ന നിയമനങ്ങൾ, അതുണ്ടാക്കിയ വിവാദങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. തനിക്ക് കേരളത്തിൽ പ്രവർത്തിച്ചാൽ മതി, ഡൽഹിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി നിയമിതനായ മുൻ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ശക്തമായ നിലപാടെടുത്തിട്ടും ആരും മൈൻഡ് ചെയ്തില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മൻ MLA-യും അല്ലാതെ ബാക്കി എല്ലാവരും KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ അടുത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ഭാവിയിൽ ഈ KC ഷാഫി ഗ്രൂപ്പ് ശക്തമാകുമ്പോൾ അങ്ങോട്ട് ചേക്കേറാൻ ഒരു ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അബിൻ വർക്കി പിന്തുണയ്ക്കാൻ ആരുമില്ലാതെ പോയത്. കോൺഗ്രസിന്റെ ഇത് ജംബോ കമ്മിറ്റിയാണെന്ന് ഒരു കുറ്റമായി വിശേഷിപ്പിക്കുമ്പോൾ CPM-ലും BJP-ക്കും എത്ര പേരുണ്ട് സംസ്ഥാന സമിതിയിൽ എന്നുകൂടി അറിയണം. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണത്തെ പാർട്ടി സമ്മേളനത്തിൽ CPM സംസ്ഥാന സമിതിയിലേക്ക് ഇടം നേടിയ പ്രതിനിധികളുടെ എണ്ണം 89. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഉൾപ്പെടെ 38 പേരേ ഉള്ളൂ. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴത്തേക്കാണ് BJP ജില്ലാ ഘടകങ്ങൾ വിഭജിച്ച് 3ഉം 4ഉം അധ്യക്ഷന്മാരും അതിന് തക്കവണ്ണം ഭാരവാഹികളെയും ഒക്കെ തീരുമാനിച്ചതും തിരഞ്ഞെടുത്തതും. ഇങ്ങനെ നോക്കുമ്പോൾ നിലവിലെ KPCC ഭാരവാഹികളുടെ എണ്ണം പ്രസിഡന്റ് ഉൾപ്പെടെ 77 ആണ്. കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇർക്കിൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ജോസഫ് ഗ്രൂപ്പിനും KPCC-യേക്കാൾ വലിയൊരു പട്ടികയാണുള്ളത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഭാരവാഹി പട്ടിക നോക്കുകയാണെങ്കിൽ അവർക്ക് പാർട്ടി ചെയർമാനെ കൂടാതെ 3 വൈസ് ചെയർമാൻമാർ, 15 ജനറൽ സെക്രട്ടറിമാർ, ഒരു ട്രഷറർ, 7 അംഗ രാഷ്ട്രീയകാര്യ സമിതി, 23 അംഗ ഹൈപ്രസ് കമ്മിറ്റി, 91 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി, 131 അംഗ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. ഇത് ജംബോ എന്നല്ല, ബോയിങ് എന്ന് പറയേണ്ടി വരും ഈ കമ്മിറ്റിയെ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാരവാഹി പട്ടിക ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ, എക്സിക്യൂട്ടീവ് ചെയർമാൻ, സെക്രട്ടറി ജനറൽ, ചീഫ് കോർഡിനേറ്റർ, 2 ഡെപ്യൂട്ടി ചെയർമാൻമാർ, 14 വൈസ് ചെയർമാൻമാർ, 3 സ്റ്റേറ്റ് അഡ്വൈസർമാർ, 2 സീനിയർ ജനറൽ സെക്രട്ടറിമാർ, 3 ജൂനിയർ ജനറൽ സെക്രട്ടറിമാർ, ഒരു ഹെഡ്ക്വാർട്ടർ സെക്രട്ടറി, ട്രഷറർ, കോർഡിനേറ്റർ, അങ്ങനെ 28 ഭാരവാഹികളുണ്ട്. ഇതുകൂടാതെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മറ്റ് സംസ്ഥാന സമിതികളും. അപ്പോൾ കേരളത്തിൽ BJP ഒഴികെ ബാക്കി എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ ജംബോ ബോയിങ് കമ്മിറ്റി തന്നെയാണ്. എന്തിനാണ് ഇത്രയും വലിയൊരു കമ്മിറ്റി എടുത്തു വെക്കുന്നത് എന്ന് വെച്ചാൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനൊന്നുമല്ല, വിവിധ ജില്ലകളിലെ വിവിധ ഗ്രൂപ്പുകളിലെ തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസിൽ വീണ്ടും വീണ്ടും ജംബോ കമ്മിറ്റി എന്ന ഒരു നാണക്കേട് വരുത്തി വെക്കുന്നത്. ഇതിൽ എത്ര പേർ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഇനിയെങ്കിലും KPCC നേതൃത്വം ഒന്ന് വിലയിരുത്തണം. പുതിയതായി വന്ന ജംബോ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ, എത്ര ജില്ലകളെ പ്രതിനിധാനം ചെയ്യുന്നു, അവരൊക്കെ ഏതൊക്കെ ചുമതലകൾ വഹിക്കുന്നു, അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഒരു രാഷ്ട്രീയ ഓഡിറ്റിംഗ് നടത്താൻ ഒരു ആർജവമെങ്കിലും ഇനി KPCC കാണിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ 2026-ൽ തിരിഞ്ഞു നോക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നും KPCC നേതൃത്വം ഓർക്കേണ്ടതാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച